morning, ladies and gentlemen. ടോക്സിക് ടീസർ അങ്ങനെ ഫൈനലി അടുത്ത മാസം 18-ാം തീയതി ഇറങ്ങാൻ പോകുന്ന സിനിമയുടെ ടീസർ വന്നിരിക്കുകയാണ്. 2 മിനിറ്റും 56 സെക്കൻഡുമാണ് ഈ ടീസർ. യശ് അണ്ണൻ കിടിലായിട്ടൊരു മെഷീൻ കണ്ണൊക്കെ പിടിച്ച് വെച്ചേക്കുന്ന ഒരു പോസ്റ്ററാണ് വന്നിരിക്കുന്നത്. തെലുങ്കു ആണല്ലോ. തെലുങ്കല്ലാതെ വേറെ ലാംഗ്വേജ് ഒന്നും ഇറങ്ങിയില്ല. പിന്നെ ഹിന്ദി, തെലുങ്ക്, കന്നഡ, തമിഴാണ് അല്ലേ? തെലുങ്ക്, ഹിന്ദി, കന്നഡ, തമിഴ്. മലയാളം ഇറങ്ങിയിട്ടില്ല. എന്ത് സംഭവിക്കാം. നമ്മൾ ഫസ്റ്റ് ഗ്ലിംസ് കണ്ട് ഞെട്ടിയതാണ്. അങ്ങനത്തെ കുലുസികമൊന്നും ഇല്ലാത്തൊരു സാധനമാണെന്ന് പ്രതീക്ഷിച്ചാണ് ഞാൻ അത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. നോമ്പ് പിടിക്കുന്നവർ നിങ്ങളുടെ റിസ്കിൽ കാണുക. എനിക്കും അറിഞ്ഞുകൂടെ ഇതിൻ്റെ അകത്ത് എന്താണുള്ളതെന്ന്. ഉള്ള കാര്യം പറയാം. എനിക്ക് നോക്കാം. ഇതൊക്കെ നമ്മൾ നല്ലൊരു വിഷ്വൽ. ഓ ഓ ഓ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻ. എടാ എന്തിനടാ അത് സെറ്റ് ഫ്രെയിം നോക്കിയാണ്. ഓ എൻ്റെ അമ്മോ, ചൈന. ഓ അണ്ണൻ പറഞ്ഞു ആന നല്ല കാശ് ഇറക്കിയിട്ടുണ്ട് കേട്ടോ CGക്കൊക്കെ. പക്ഷേ അത് നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ഇത് ചെയ്യാനുണ്ട്. ഊഫ് ഷോട്ട്. ഓ ഇത് പടം കേട്ടാ, ഫൈറ്റാണ് കേട്ടോ സംഭവം. അമ്മേ ഓ കൈവെട്ട്, കാലുവെട്ട്, കഴുത്ത് വെട്ട്. ഗീതു മോഹൻദാസ് ഫിലിം. ഓ എൻ്റെ അമ്മ, റോക്കിംഗ് സ്റ്റാർ യശ്. അല്ലേ അണ്ണൻ ഷേവ് ചെയ്ത ലുക്ക്. അല്ലേ യശാണത്. അതായത് ഇത് വില്ലന്. യശീന് ഡബിൾ റോളാടേ. യശ് ഇപ്പൊ ക്ലീൻ ഷേവ് ചെയ്ത് എന്ന് ഇപ്പോഴും അയാളെ താടിയും വെച്ചല്ലേ നടക്കണ. ഇതിപ്പം മുടിയും വിട്ട് ഷേഫൊക്കെ ചെയ്ത് ലുക്കടേ. ഐ ആം ഹോം ഡാഡി എന്നൊക്കെ പറഞ്ഞ മോനാ. ഭയങ്കര നാടകീയതയുണ്ട്. ഓ ശരി, നമസ്കാരം. ഭയങ്കര നാടകീയതയൊക്കെ ഉള്ള, പക്ഷേ വിഷ്വൽസും കാര്യങ്ങളും ഫൈറ്റൊക്കെ ഒരു ടിപ്പിക്കൽ മാസ് പടത്തിൻ്റെ ഒരു പരിപാടിയിലാണ് ഇപ്പോൾ ഈ ടീസർ വന്നേക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഉണ്ട്, അത് നിങ്ങളങ്ങ് കണ്ണ് ചിമ്മിയ അങ്ങ് പോകും. പക്ഷേ ബ്രൂട്ടലായിട്ടുള്ള ഫൈറ്റ് സീക്വൻസും ഗ്യാങ് വാറും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ടിപ്പിക്കൽ ഗ്യാങ്സ്റ്റർ പടമായിട്ടാണ് എനിക്കിപ്പോൾ ഈ പടം ഫീൽ ചെയ്യുന്നത്. പുള്ളിയെ മാത്രമേ ടീസറിൽ കാണിച്ചിട്ടുള്ളൂ. പിന്നെ കുറേ വില്ലന്മാരും ക്ലൗൺ ഷേപ്പിൽ പറഞ്ഞ വില്ലന്മാരും ടീമുകളും. ഇതിലെ നടിമാരെ കാണിച്ചിട്ടേ ഇല്ല. അതെന്തടേ, അത് ഞാൻ കാണാത്തതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. വരട്ടെ. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്നാണല്ലേ. ഞാൻ ജഡ്ജ് ചെയ്യുന്നില്ല. 18-ാം തീയതി സിനിമ ഇറങ്ങും. ദുരന്തറിൻ്റെ കൂടെയൊക്കെയാണ് റിലീസ്. ആ ധൈര്യം ഞാൻ ശോഭരാജിൻ്റെ അടുത്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. ടോക്സിക്കിൻ്റെ ടീസർ വന്നു. ഇനി ട്രെയിലർ വരുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഹാവ് സം മാനേഴ്സ് എന്നൊക്കെയാണ് അണ്ണൻ പറയണത്. അപ്പോൾ എന്തിനാണെങ്കിലും നമുക്ക് 18-ാം തീയതി അണ്ണൻ്റെ പടം കാണാം. അണ്ണൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് എന്തായാലും ഈ സിനിമ പോയി കാണും. അപ്പോൾ അതാണ് ഗീതു മോഹൻദാസിൻ്റെ ടോക്സിക് ടീസർ റിയാക്ഷൻ. ഞാനും വളരെ ഹാപ്പിയാണ്. അധികം നമ്മളെ ഞെട്ടിക്കുന്ന പരിപാടിയൊന്നും ടീസറിലില്ല. അതുമാത്രമല്ല, അവസാനമായി അത്യാവശ്യം കുറച്ച് പേര് ഈ വീഡിയോ കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. കേരള സ്റ്റോറീസ് 2 എന്ന് പറയുന്ന ഓസ്കാർ വിന്നിങ് കിഡ്നി ടച്ചിങ്, ഞാൻ നോമ്പായി പോയില്ല, അല്ലെങ്കിൽ ഞാൻ പല ടച്ചിങ്ങും വേറെ പറഞ്ഞുതരാം. എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്.
ഈ മേക്കേഴ്സിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഐ ജസ്റ്റ് ഹേർഡ് വൺ ഓഫ് ദ മേക്കേഴ്സ്, അല്ല, ഐ ജസ്റ്റ് ഹേർഡ് ദ ഡയറക്ടർ സ്പീക്ക് ടു എ മീഡിയ ഫേം ദറ്റ് ദിസ് മൂവി ഈസ് ഗോയിങ് ടു ഷോ 3 states ആൻഡ് 1 state ഈസ് എമംഗ് കേരള. 3 സ്റ്റേറ്റിൻ്റെ കഥ പറയുന്നിടത്ത് അതിൽ ഒരു സ്റ്റേറ്റ് കേരള. ദെൻ വൈ ദ ഹെൽ ഡിഡ് യു നെയിം ദിസ് മൂവി കേരള സ്റ്റോറീസ് 2? ദാറ്റ് ഈസ് മൈ one of the major concern. If this movie talks about 3 different states, then why the hell would you name the movie Kerala Stories? Simple and straightforward question. Put it as India story or state stories. When you are like literally pinpointing us and saying this state is doing wrong, that is not right. Yeah, you can come out with propaganda movies. I'm not saying that. That is up to you. That is your freedom of speech. But misguiding people and misinforming people is the biggest crime what is happening right now. ഉളത്തരമാണ് ഈ കാണിക്കുന്നത് ഈ മലയാളം. അത് നീ വേണമെങ്കിൽ നിൻ്റെ നിനക്ക് മുറ മലയാളി മറ്റേ കുണയന്മാരെ അറിയാമല്ലേ, പോയി ചോദിച്ചു വെച്ചാൽ അമ്മര് പറഞ്ഞുതരും, ഞാൻ പറഞ്ഞിട്ട് അർത്ഥം എന്തിനാണെന്ന് കേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകണം. എന്തായാലും ടോക്സിക് ടീസർ കണ്ടവർ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ പറയടേ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടീസർ, അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് എടുത്തേക്കുന്ന ഒരു ഫിലിം പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാം നല്ല വൈഡ് ആംഗിളിലും നല്ല മറ്റേ ആർട്ട് വർക്കും CGയുടെയൊക്കെ ഒരു മിക്സ് ആൻഡ് മാച്ചൊക്കെ വെച്ചിട്ടൊരു ഐറ്റം. എന്തിനാണെങ്കിലും 18-ാം തീയതി റിലീസാണ്, നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഞാൻ പോകണം. ഈ ഒരു മാസം പടങ്ങളൊന്നും കാണത്തില്ല, ബിക്കോസ് ഒബ്വിയസ്ലി നോമ്പാണ്. ആരും അങ്ങനെ ഈ സമയത്ത് സിനിമ ഇറക്കാറുമില്ല. സോ നോമ്പ് കഴിയട്ടെ, നമുക്ക് കാണാം. ചറ പറയണ പടം, ഒരു ദിവസം 3 സിനിമ, ആട് 3, ദുരന്തർ 2, ഇത് ടോക്സിക്. ഒരു ദിവസം 3 സിനിമ. ലെറ്റ്സ് സീ ഗൈസ്.